ഹായ് നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ രണ്ട് സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ എന്ത് കാര്യം പറയാനാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട് കാണുമായിരിക്കും. തമ്മിൽ ഇത് കുറച്ച് പേർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വാഹനത്തിൽ ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു ഒരു 90% വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർ ആക്സസറീസ് ഫിറ്റ് ചെയ്യും. അത് അഡീഷണൽ ആയിട്ട് ചെറിയ ചെറിയ ആക്സസറീസ് ഫിറ്റ് ചെയ്യും. എന്നാൽ ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്ങനെയാണോ കമ്പനി ആ വാഹനം തന്നിരിക്കുന്നത് അതുപോലെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഞാൻ ഉൾപ്പെടെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാരണം ചില ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കമ്പനി കൊടുക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ ഞാനിപ്പോൾ രണ്ട് മിറേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അതായത് രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതും ഇതും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതായത് രണ്ടും ഒരേ സെയിം സാധനം തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ പറ്റുന്ന രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതിൽ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് അറിയാൻ സാധിക്കുമോ? ഞാൻ ബാക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കത്തില്ല. കാരണം ഇതിന്റെ കമ്പനി പേരായ 3R അത് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന രീതി 3R027. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിക്കുന്നതാണ് 27. ഇതിലും 27 ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മിറർ കുറച്ച് ചൈനീസ് ഭാഷ, ഇവിടെയും കുറച്ച് ചൈനീസ് ഭാഷ. പ്രോഡക്റ്റിന്റെ ഇത് www. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ എല്ലാം ആസ് ഇറ്റ് ഈസ് സെയിം ആണ്. 3R27 ബ്ലൈൻഡ് സ്പോട്ട് ചൈനീസ് എഴുതിയിട്ടുണ്ട്. 3R @ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ, ഇതും ഓക്കെ. നമുക്ക് പുറകോട്ടൊന്ന് നോക്കിയേക്കാം. മുടി ഇരിപ്പുണ്ട്. ഇനി പുറകെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിലും 3R അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി കാര്യങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഇവിടെ കുറെ ചൈനീസ് എഴുതിയിട്ടുണ്ട്. ഫീച്ചേഴ്സും യൂസ് മെത്തേഡും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് ഇത് സംഗതി 3R ബ്ലൈൻഡ് സ്പോട്ട് യൂസ് മെത്തേഡ് ഫീച്ചേഴ്സ് അതും എല്ലാം കറക്റ്റ് ആണ്. ഇനി ഇവിടെ താഴെ ഈ ഒരു ഭാഗത്ത് ഒരു ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ QR കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 3R QR ബാർകോഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലും വേറെ വ്യത്യാസമൊന്നുമില്ല. അതിലും ആസ് ഇറ്റ് ഈസ് എല്ലാം സെയിം ആണ്. 69215783002766 6921578300262766. അപ്പൊ അത് രണ്ടും സിമിലർ ആണ്. പിന്നെ എന്താണ് ഇതിലൊരു വ്യത്യാസം ഉള്ളത്? അങ്ങനെ നോക്കാനാണെങ്കിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഈ ഒരു കാര്യം അതും ഇവിടെയുണ്ട്. ABS മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡേറ്റും എല്ലാം അത് ഇവിടെ 16 ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ 21. അതൊരു വ്യത്യാസം നിങ്ങൾ നോക്കണ്ട. ഓക്കെ. പക്ഷേ ഇതിൽ സിമിലർ ആയിട്ട് എനിക്ക് കണ്ടൊരു വ്യത്യാസം ബാക്കി www.e കുറച്ചൊക്കെ കണ്ട് ഇവിടെ ഒരു മെയ്ഡ് ഇൻ ചൈനയുണ്ട്. ഇവിടെ അത് ഞാൻ കണ്ടില്ല. വർഷം പഴക്കമുള്ളതുകൊണ്ടാണോ ഇതൊക്കെ പുതിയത് ഇപ്പൊ വരുന്ന, പക്ഷെ 2016 എന്ന് പറഞ്ഞ് അടിച്ചു വരുന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഇത് റോസ് കളറാണ്, റെഡ് അല്ല. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ മെയ്ഡ് ഇൻ ചൈന അതൊന്ന്. ഇത് രണ്ടാമത്തെ കാര്യം, റെഡ് കളറല്ല റോസാ വരുന്നത്. റെഡ് ആണ് ഒറിജിനൽ. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഗ്ലാസിനകത്തോട്ട് നോക്കുന്ന സമയത്ത് ഇത് രണ്ടിന്റെ വ്യത്യാസം, അതായത് ഇതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ സാധിക്കും. വളരെ റിഫ്ലക്ഷൻ നന്നായിട്ട് ഉണ്ട്. ഇതിൽ കുറച്ച് മങ്ങിയ രീതിക്കാണ് കാണുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇത് രണ്ടും കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആക്സസറീസ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും കടയിൽ ചെന്ന് മേടിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും പക്കയാണോ നോക്കുക. ഇതിപ്പം ഈ ഒരു രീതിക്ക് ഇതിപ്പം കാണിക്കാതെ നിങ്ങൾക്ക് ഇതെടുത്ത് അല്ല ഇതിന് പകരം ഇതെടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകും. കൊള്ളാം, നല്ല ഇതാ, എൻ്റെ വാഹനത്തിൽ ഫിറ്റ് ചെയ്തു. 3R ടേപ്പ് തന്നെ കണ്ടോ, ടേപ്പ് ഉൾപ്പെടെ 3R ആണ് ഇതിനകത്ത് വരുന്നത്. സ്റ്റിക്കർ ഇതിലും 3R ആണ് ജെന്യുവൻ വരുന്നത്. ഓക്കെ. അപ്പം അതുവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ആക്സറീസ് മേടിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കുറച്ച് നേരം സമയമെടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഓൺലൈനൊക്കെ മേടിക്കുന്ന സമയത്ത് പിന്നെ ഓൺലൈനിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് തിരിച്ചയക്കാൻ പറ്റും. റിട്ടേൺ ഉള്ള പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു കാർ വാഷിന്റെ ഇത് മേടിച്ചായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ വീഡിയോ കൂടി ഇട്ട് തരാം. ഞാൻ അത് യൂസ് ചെയ്തു, അടുത്ത ദിവസം തന്നെ ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതുപോലെ ഓരോ പണി കിട്ടുന്ന സമയത്ത് നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പണി കിട്ടാതെ നോക്കേണ്ടത്. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കുമ്പോഴും ശ്രദ്ധിച്ച് മേടിക്കുക. കാരണം അത് നമ്മൾ മേടിക്കുന്ന ഒരു സാധനം കുറച്ച് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മേടിച്ച ഉടനെ തന്നെ അത് കംപ്ലൈന്റ് ആകുമോ അല്ലെങ്കിൽ അത് മേടിച്ചത് കൊണ്ട് ഒരു ഗുണം ഇല്ലാത്ത ഒരു ഐറ്റം മേടിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.